ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. എല്ലാ കുട്ടികൾക്കും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ബീർ ബഹൂട്ടിയിലെ കുറച്ച് നോട്ട്സുകളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ബീർ ബഹൂട്ടി കഹാനിക്ക് രചയിത കോൻ ഹേ? ബീർ ബഹൂട്ടി എന്ന കഹാനി എഴുതിയത് ആരാണ്? ആൻസർ പ്രഭാത്. 2. ബീർ ബഹൂട്ടി കിസ് വിധ കി രചന ഹേ? ഏത് വിധയാണ് എന്നാണ്? കഹാനി. 3. ബീർ ബഹൂട്ടി കഹാനി കെ മുഖ്യ പാത്ര കോൺ കോൺ ഹേ? ആൻസർ ബേല ഔർ സാഹിൽ. കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്നാണ് ചോദ്യം. 4. വിശേഷൻ ശബ്ദ ചുൻകർ ലിഖേ. ഇത് നിങ്ങൾക്ക് എക്സാമിന് വരുന്നതാണ്. ഇതിലെ വിശേഷൻ ശബ്ദം ഏതാണെന്ന് തിരഞ്ഞെടുത്ത് എഴുതുക. ഇപ്പോൾ പീലെ ഫൂൽ, ഗീലി ഹവ, ഹരേ ഗേത്ത്, ചോട്ടാ ബാജ്റ, പ്യാരി ബൂന്ദേ. അപ്പോൾ നമുക്ക് 5 വേർഡ്സുകൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ വിശേഷ ശബ്ദമാണ് എടുത്തെഴുതേണ്ടത്. അതിൻ്റെ ആൻസർ നോക്കാം. ഉത്തരം പീലെ ഫൂൽ, അതിൻ്റെ വിശേഷണം പീലെ. മഞ്ഞപ്പൂവ് എന്ന് അതിൻ്റെ വിശേഷണം മഞ്ഞ എന്നാണ്. ഹരേ ഗേത്ത് ഹരേ. ചോട്ടാ ബാജ്റ ചോട്ട. പ്യാരി ബൂന്ദേ പ്യാരി. നീലെ സ്യാഹി നീലി. അടുത്ത് 5ാമത്തെ ക്വസ്റ്റ്യൻ, ബേല ഔർ സാഹിൽ കി ദോസ്തി പർ ടിപ്പണി ലിഖേ. ബേലയുടെയും സാഹിലിൻ്റെയും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച്, ദോസ്തി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം, അതിനെക്കുറിച്ചിട്ടൊരു ടിപ്പണി, ഒരു കുറിപ്പ് എഴുതാനാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കാം. ബേല ഔർ സാഹിൽ കി ദോസ്തി. ബേല ഔർ സാഹിൽ 5വീं കക്ഷാ മേ പഠിത്തേ ഹേ. ബേലയും സാഹിലും 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ദോനോം സാത്ത് സാത്ത് സ്കൂൾ ജാത്തേ ഹേ. 2 പേരും ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നത്. ഗേത്തോമേം ബീർ ബഹൂട്ടിയോം കോ ഗോജ്തേ ഹേ. വയലുകളിൽ അവർ ബീർ ബഹൂട്ടികളെ തിരയുമായിരുന്നു. സാത്ത് സാത്ത് ദുക്കാൻ ജാത്തേ ഹേ. ഒരുമിച്ച് അവർ കടയിലേക്ക് പോകും. കക്ഷാമേ പാസ് പാസ് പഠിത്തേ ഹേ. ക്ലാസ്സിൽ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. സാത്ത് സാത്ത് പഠിത്തേ ഔർ ഖേൽത്തേ ഹേ. അടുത്തടുത്തിരുന്ന് പഠിക്കുന്നു, അതുപോലെ കളിക്കുന്നു. റിസൾട്ട് കെ ദിൻ ദോനും അലഗ് അലഗ് ഹോനെ വാലേ ഹേ. അവസാനം റിസൾട്ട് വന്നപ്പോൾ 2 പേരും എന്താണ് ദൂരെ ദൂരെ പോവുകയാണ്. ദോനും കി ആങ്കേം ബർ ജാത്തി ഹേ. 2 പേരുടെയും കണ്ണുകൾ നിറയുന്നു. ബേല രാജകീയ കന്യാ പാഠശാലാമേ പഠേഗി. ബേല രാജകീയ കന്യാ പാഠശാലയിലാണ് ഇനി പഠിക്കുക. ഔർ സാഹിൽ അജ്മേർ കി പാഠശാലമേ. സാഹിർ അജ്മേറിലും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട് ഇതിൽ എഴുതിയിട്ടുള്ളത്. നമുക്ക് 3 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ബേലാക്കോ കഹാം ചോട്ട് ലഗി കൈസേ. ബേലയ്ക്ക് എവിടെയാണ് മുറി പറ്റിയത്, എങ്ങനെ? ആൻസർ ചത്ത് സേ ഗിർനെ സേ ബേലാക്കെ സിർ പർ ചോട്ട് ലഗി. തട്ടിൻ പുറത്തു നിന്ന് വീണപ്പോൾ ബേലയുടെ തലയിലാണ് മുറി പറ്റിയത്. 7ാമത്തെ ക്വസ്റ്റ്യൻ, സാഹിൽ കോ കഹാം ചോട്ട് ലഗി കൈസേ. സാഹിലിന് എവിടെയാണ് മുറി പറ്റിയത്, എങ്ങനെ? ടൂട്ടെ സ്റ്റൂൾ കി കീൽ ലഗ്നെ സേ സാഹിൽ കി പിണ്ടലി മേ ചോട്ട് ലഗി. എന്താ? പൊട്ടിയ സ്റ്റൂളിൻ്റെ ഒരു ആണി കുത്തിയിട്ട് അവൻ്റെ കാലിലാണ്, കണങ്കാലിലാണ് മുറി പറ്റിയത്. 8ാമത്തെ ക്വസ്റ്റ്യൻ, പൈൻ മേ സ്യാഹി ഭർവാനെ കെ ലിയെ ബേല ഔർ സാഹിൽ സ്റ്റേഷനറി की दुकान पहुंचे. वहाँ दुकानदार के साथ उनका वार्तालाप तैयार करें. ബേലയും സാഹിലും കൂടിയിട്ട് പേനയിൽ മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിലേക്ക് പോയി, ഒരു സ്റ്റേഷനറി കടയിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് അവിടുത്തെ ദുക്കാൻദാറും കടക്കാരനുമായിട്ടുള്ള ഒരു വാർത്താലാപ് എന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻ. അടുത്തത്, അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാം. വാർത്താലാപ് എന്ന് ഹെഡിങ് കൊടുക്കുക. ദുക്കാൻദാർ ക്യാ ചാഹിയേ. എന്താ വേണ്ടത്? ബേല ഭയ്യ ഏക്ക് പെൻ സ്യാഹി ഭർ ദോ. ചേട്ടാ ഒരു പേന നിറയെ മഷി നിറയ്ക്കൂ. ദുക്കാൻദാർ ബേട്ട സ്യാഹി കി ബോത്തൽ അബി അബി കാലി ഹോ ഗയി. മഷിക്കുപ്പി ഇപ്പോൾ കാലിയായതേ ഉള്ളൂ. ബേല ലേക്കിൻ ഇസ്നെ തോ പൈൻ മേ ജോ സ്യാഹി ബി ഉസേ ബി സമീൻ പർ ചിടക് ദി. എന്താ ബേല പറഞ്ഞു? എന്നാൽ അവൻ്റെ സാഹിലിൻ്റെ കയ്യിലുണ്ടായിരുന്ന അവശേഷിച്ചിരുന്ന പേനയിൽ മഷി കമിഴ്ത്തി കളഞ്ഞു, കുടഞ്ഞു കളഞ്ഞു. ദുക്കാൻദാർ बादल को देखकर गधे को नहीं डुलाना चाहिए. സാഹിൽ സ്യാഹി കബ് മിലേഗി. ഇനി എന്നാ മഷി കിട്ടുക? ദുക്കാൻദാർ
അബ് തോ കൽ ഹി മിൽ പായേഗി കോൺ സി മേ പഠിത്തേ ഹോ, ഇനിയിപ്പോൾ നാളെ കിട്ടുള്ളൂ, നിങ്ങൾ എത്രയല്ല പഠിക്കുന്നത്? സാഹിൽ പാഞ്ച്വി മീം, ഫിഫ്തിൽ. ദുക്കാൻദാർ ദോനോ, രണ്ടുപേരും. ബേല ഹാ ദോനോ, ഹം ദോനോ കാ സെക്ഷൻ ബി ഏക്ക് ഹി. എ, ഞങ്ങൾ രണ്ടുപേരും ഒരു ക്ലാസ്സിലാണ്, ഞങ്ങളുടെ ഡിവിഷനും സെയിം തന്നെയാണ്, എ ഡിവിഷൻ. സാഹിൽ ചലോ അബ് ചലത്തെ ഹി, ശരി ഇനി നമുക്ക് പോവാം. അടുത്തത് കോഷ്ടക് സേ സഹി വാക്യാംശ ചുൻകർ വാക്യ പിരമിഡ്ക്ക് പൂർത്തീകരി. ഇനി നമ്മൾ ചെയ്യുന്നത് വാക്യ പിരമിഡാണ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനറി കീ എന്നുണ്ട്, കോമ നീലി. ഈ രണ്ട് ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ വാക്യ പിരമിഡ് കംപ്ലീറ്റ് ചെയ്യാം. പൈൻമേ ജ്യാഹി ബർവാനിഹെ എന്നൊരു സെൻറ്റൻസും തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഫസ്റ്റ് മുകളിൽ നമ്മൾ ദുക്കാൻ സേ പൈൻമേ ജ്യാഹി ബർവാനിഹെ, അതിന് തൊട്ട് താഴെ സ്റ്റേഷനറി കി ദുക്കാൻ സേ പൈൻമേ ജ്യാഹി ബർവാനിഹെ. നെക്സ്റ്റ് സ്റ്റേഷനറി കി ദുക്കാൻ സേ പൈൻമേ നീലി സ്യാഹി ബർവാനിഹെ. 10ാമത്തെ ക്വസ്റ്റ്യൻ, 5वीं कक्षा का रिजल्ट आया, बेला और साहिल छठी में पहुंच गए, उस दिन की साहिल की डायरी कल्पना करके लिखे. 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു, ബേലയും സാഹിലും 6ാം ക്ലാസ്സിലേക്ക് ജയിച്ചു. ആ ദിവസത്തെ രണ്ടുപേരുടെ സാഹിൽ കി ഡയറിയാണ് കേട്ടോ, സാഹിൽ കി ഡയറി കൽപ്പന കർക്കെ ലിഖി. അപ്പോൾ നമ്മൾ ഉത്തരം എഴുതുമ്പോൾ സാഹിൽ കി ഡയറി എന്ന് ഹെഡിങ് കൊടുക്കണം. കുട്ടികളെ, നമ്മൾ എപ്പോഴും എന്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഹെഡിങ് മസ്റ്റായിട്ട് കൊടുക്കണം. ഇപ്പോൾ പട്കഥയാണെങ്കിൽ പട്കഥ എന്ന് ഹെഡിങ് കൊടുക്കണം, ഡയറി ആണെങ്കിൽ ഡയറി എന്ന് ഹെഡിങ് കൊടുക്കണം. അതുപോലെ ലെറ്റർ, ടിപ്പണി എല്ലാത്തിനും ഹെഡിങ് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ആൻസർ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ സാഹിൽ കി ഡയറി എന്ന് ഹെഡിങ് കൊടുത്തു. താരീഖ്, താരീഖ് എന്ന് എഴുതിയാൽ മതി. ആജ് ബഹുത്ത് ഖുഷി കാ ദിൻ ഹേ, ഇന്ന് വളരെയധികം സന്തോഷമുള്ള ദിവസമായിരുന്നു. ആജ് 5वीं कक्षा का റിസൾട്ട് ആയ, ഇന്ന് 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. ഹം ദോനോം ചടി മേ ആയേ, ഞങ്ങൾ രണ്ടുപേരും 6ലേക്ക് ജയിച്ചു. ആകെ ബേല രാജകീയ കന്യാ പാഠശാല മേ പഠേഗി, ഇനി ബേല രാജകീയ കന്യാ പാഠശാലയിലാണ് പഠിക്കുക. ഔർ മേ അജ്മേർ മേ ഹോസ്റ്റൽ മേ രഹ് കർ പഠൂങ്ക, ഞാൻ അജ്മേറിലെ ഹോസ്റ്റലിൽ നിന്നാണ് ഇനി പഠിക്കുക. മുജെ ഈസ് ബാത്ത് കാ ബഹുത്ത് ദുഃഖ് ഹോ രഹാ ഹെ, എനിക്ക് ഈ ഒരു കാര്യത്തിൽ വളരെയധികം ദുഃഖമുണ്ട്. കി ആകെ ഹം സാത്ത് നെഹി ഹോഗെ, എന്തെന്ന് വെച്ചാൽ ഇനി മുതൽ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാവില്ലല്ലോ. ആജ് റിപ്പോർട്ട് കാർഡ് ദേഖ്തേ വക്ത് ഹം ദോനോം കി ആങ്കേ ബർ ഗയി തി, ഇന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് കാർഡ് നോക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആകെ ബേലാസെ കബ് മുലാഖാത്ത് ഹോഗി, ഇനി എന്നാണ് ബേലയെ കാണുക? മുലാഖാത്ത് എന്ന് പറഞ്ഞാൽ കൂടിക്കാഴ്ച, ഇനി കാണുക. യെ സോച്ച് കർ മൻ ബഹുത്ത് ദുഃഖി ഹോ ഗയാത, ഇത് ആലോചിച്ച് മനസ്സ് ഇപ്പോഴും ഭയങ്കര വിഷമത്തിലാണ്. ഹേ ഭഗവാൻ ഉസ്കി രക്ഷ കരേ, അല്ലയോ ഭഗവാനെ അവളെ കൂടി രക്ഷിക്കണേ. ഇതാണ് നമ്മുടെ സാഹിലിൻ്റെ ഡയറി. അപ്പോൾ സാഹിലിൻ്റെ ഡയറി അല്ലെങ്കിൽ ബേലയുടെ ഡയറി ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, सुरेंद्र मास्टर की गणित की कक्षा के बाद बेला का मन बहुत खराब हो गया, उस दिन की बेला की डायरी कल्पना करके लिखी. സുരേന്ദ്ര മാഷ് ഗണിത മാഷിൻ്റെ ക്ലാസ്സിന് ശേഷം ബേലയുടെ മനസ്സ് ഭയങ്കര അധികം വിഷമിച്ചു. ആ ദിവസം ബേല എഴുതുന്ന ഡയറിയാണ് ഇനി എഴുതേണ്ടത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബേലയുടെ ഡയറി എപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യനാണ് ചോദിക്കാറ്. ആൻസർ ബേല കി ഡയറി എന്ന് ഹെഡിങ് കൊടുക്കുക. താരീഖ് ആജ് കാ ദിൻ മേ കബി നഹി ഭൂൽ സക്തി, ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ബിനാ ഗൽത്തി കേസ് മുജേ സസാ മിലി, ഒരു തെറ്റും ചെയ്യാണ്ട് എനിക്കിന്ന് ശിക്ഷ ലഭിച്ചു. സസാ മിലി എന്ന് പറഞ്ഞാൽ ശിക്ഷ, പനിഷ്മെൻറ്റ് കിട്ടി. മേ സബ് കെ സാമനെ ശർമിത ഹുയി, ഞാൻ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടു. ജിസ് ഗൽത്തി കെ ലിയെ മാസ്റ്റാബിനെ മുജെ പീട്ട വഹ് ഗൽത്തി ദി ഹി നഹി, എന്ത് തെറ്റിനാണോ എന്നെ ശിക്ഷിച്ചത് അതൊരു തെറ്റായിരുന്നില്ല. മാസ്റ്റാബ് ചാഹെ മുജെ പീട്ട് ലേത്തെ പർ സാഹിൽ കെ സാമനെ നഹി പീട്ടന ചാഹിയെ, മാഷ് വേണമെങ്കിൽ എന്നെ അടിച്ചോട്ടെ, പക്ഷെ അത് സാഹിലിൻ്റെ മുന്നിൽ വെച്ചിട്ട് വേണ്ടായിരുന്നു. സാഹിൽ കോ ബഹുത്ത് ബുരാ ലഗാ ഹോഗ, സാഹിലിന് എന്നെക്കുറിച്ച് ചിലപ്പോൾ തെറ്റായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവും. ഉസ്കി നസർ മേ മേ തോ ബഹുത്ത് അച്ചി ഹും, അവൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ വളരെയധികം നല്ല കുട്ടിയാണ്. മുജെ ഇസ് ബാത്ത് കാ ജ്യാദാ ദുഃഖ് ഹുവ, എനിക്ക് ആ ഒരു കാര്യത്തിലാണ്
ഞാൻ ഇത്ര അധികം വിഷമിച്ചത്. ഹേ ഭഗവാൻ മേരി രക്ഷകരെ, ഭഗവാൻ എന്നെ രക്ഷിക്കൂ. അടുത്തത് സഹി മിലാൻ കരെ, മാച്ച് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് 1 2 3 4 5 മാച്ച് ഫോളോവേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചോട്ടാ ഷഹർ എന്ന് പറഞ്ഞാൽ ചെറിയ പട്ടണം, രക്തവർണ്ണ എന്ന് പറഞ്ഞാൽ രക്തനിറമുള്ള, ഗലിമേ ഘൂം ഘൂം കർ സാമാൻ ബെച്ച്നെ വാല വ്യാപാരി എന്നാണ് ആ തെരുവിൽ നടന്നുകൊണ്ട് സാധനങ്ങൾ വിൽക്കുന്ന ഒരു വ്യാപാരി, അന്നക്ക ഏക്ക് പൗദ ഏവം ഉസ്കെ ധാനെ എന്താണ് അതിൻ്റെ ഒരു ചെടിയും, അന്നം എന്ന് പറഞ്ഞാൽ അരിയുടെ ചെടിയും അതിൻ്റെ ദാനയും, ലാൽ രംഗ് ക ബർസാത്തി കീട ചുവന്ന നിറമുള്ള മഴക്കാല കീടം. ഇനി ഇതിനെ മാച്ച് ചെയ്യണം. അപ്പോൾ ഈ സൈഡിൽ ബീർ ബഹൂട്ടി എന്നുണ്ട്, കസ്ബ എന്നുണ്ട്, ബാജ്ര ഉണ്ട്, ഫേറിവാല ഉണ്ട്, സുർക്ക് എന്നുണ്ട്. അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ചോട്ടാ ഷഹർ ചെറിയ പട്ടണം, അതിനെ നമ്മൾ പറയുന്ന ഒരു വാക്കാണ് കസ്ബ. ഇത് നമുക്ക് 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ചോട്ടാ ഷഹർ എന്നതിനെ കസ്ബ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് രക്തവർണ്ണ് ചോര നിറത്തിനെ സുർക്ക് എന്നാണ് പറയുക. നെക്സ്റ്റ് ഗലിമേ ഘൂം ഘൂം കർ സാമാൻ ബേച്ച്നെ വാല വ്യാപാരി എന്ന് പറഞ്ഞാൽ ഫേരിവാലയാണ്. അടുത്തത് അന്നഖ ഏക്ക് പൗദ ഏവം ഉസ്കെ ധാനെ, ഒരു ചെടിയും അതിൻ്റെ ധാന്യത്തിനെയും പറയുന്ന പേരാണ് ബാജ്ര, ചോളമാണത് കേട്ടോ. നെക്സ്റ്റ് ലാൽ രംഗ് ക ബർസാത്തി കീട ചുവപ്പ് നിറമുള്ള മഴക്കാല കീടം എന്താണ് ബീർ ബഹൂട്ടി. അടുത്തത് മാച്ച് ചെയ്യാൻ തന്നെയാണ്. ഇവിടെ പ്രഭാത്, ദോസ്ത്, വിത, ബീർ ബഹൂട്ടി, ബാദൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് നേരെ എന്തൊക്കെയാണ് വരുന്നത് എന്ന് നമുക്ക് ആൻസർ നോക്കാം. പ്രഭാത് കഹാനിക്കാറാണ്, ദോസ്ത് ബേല ഔർ സാഹില്, വിത കഹാനി, ബീർ ബഹൂട്ടി ലാൽ രംഗ്. സിമ്പിളാണത്. ബാദൽ എന്ന് പറഞ്ഞാൽ ബാരിഷ്. അടുത്തത് പട്കഥ എഴുതാനാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ആദ്യം നന്നായിട്ടൊന്ന് വായിക്കാം. ബേല കാ മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയ, ബേലയുടെ മനസ്സ് വളരെയധികം വിഷമിച്ചു. ചാഹേ മുജെ പീട്ട് ലേത്തെ മഹർ സാഹിൽ കെ സാമനെ നഹി, എന്നെ വേണമെങ്കിൽ അടിച്ചോട്ടെ, പക്ഷേ സാഹിലിൻ്റെ മുന്നിൽ വെച്ച് വേണ്ടായിരുന്നു. വഹ് സാഹിൽ കെ സാമനെ ഖുദ് കോ ശർമിദ महसूस कर रही थी क्योंकि वह जानती थी कि वह साहिल की दृष्टि में बहुत अच्छी है. जब उसके पास आकर बैठी उससे नजर नहीं मिला पाई. इस गंड के आधार पर पटकथा का एक दृश्य तैयार करें. ആ ഒരു സിറ്റുവേഷനെ നമ്മളിവിടെ പട്കഥയാക്കണം. പട്കഥ എഴുതാൻ നമുക്ക് ആദ്യം തന്നെ പട്കഥ എന്ന് ഹെഡിങ് മസ്റ്റായിട്ട് കൊടുക്കണം. ദൃശ്യ ഏക് സ്ഥാൻ എഴുതണം. സ്ഥാൻ എവിടെയാണ് നടക്കുന്നത്? അപ്പോൾ ഇത് നടക്കുന്നത് സ്കൂൾ മൈതാനത്തിലാണ്, അതുകൊണ്ട് ഇവിടെ സ്കൂൾ മൈതാൻ എന്ന് കൊടുക്കാം. സമയ് ദോപഹർ 12 ബജെ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണി. ഇനി ആരൊക്കെയാണ് അതിലെ കഥാപാത്രങ്ങൾ എന്ന് കൊടുക്കണം. പാത്ര 1 ബേല, എന്നിട്ട് ബേലയുടെ വയസ്സ് കൊടുക്കണം. പിന്നെ ബേലയുടെ എന്താണ് വേഷം എന്ന് കൊടുക്കണം. അപ്പോൾ പാത്ര 1 ബേല ഖരീബ് 11 സാൽ കി ലഡ്കി, ഏകദേശം 11 വയസ്സുള്ള പെൺകുട്ടി, സ്കൂൾ യൂണിഫോമിൽ. അപ്പോൾ അവിടെ വേഷവുമായി വയസ്സുമായി. നെക്സ്റ്റ് 2 സാഹിൽ ഖരീബ് 11 സാൽ കാ ലഡ്ക, സ്കൂൾ യൂണിഫോമിൽ, 11 വയസ്സ് സ്കൂൾ യൂണിഫോം. ഇനി മൂന്നാമത്തെ ആൾ സുരേന്ദ്രൻ വാട്സാപ്പ്, ഖരീബ് 40 സാൽ കാ ആദ്മി, ഒരു 40 വയസ്സുള്ള മനുഷ്യൻ, കുർത്ത ഔർ ധോത്തി, ജുബയും ഉണ്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇവിടെ പ്രസംഗ് എന്ന് പറഞ്ഞിട്ട്, അതായത് അവിടുത്തെ ഒരു വിവരണം പോലെ കൊടുക്കണം. ഗണിത കി കക്ഷാ മേ സുരേന്ദ്ര മാസ്റ്റർ ബേല കെ ബാലോ മേ പഞ്ചാ ഫസായ, അസൽ മേ ബേല കി ഗൽത്തി ദി കി നഹി. എന്താണ് മാത്സ് പീരീഡ് സുരേന്ദ്രൻ മാഷ് ബേലയുടെ മുടിക്കെട്ട് പിടിച്ചു, വാസ്തവത്തിൽ ബേല ചെയ്തതൊരു തെറ്റായിരുന്നില്ല. സാഹിൽ, ഇനി പറയുന്നത് അവർ തമ്മിലുള്ള സംഭാഷണമാണ്, കോൺവെർസേഷനാണ്. സാഹിൽ പറയാണ് ബ്രാക്കറ്റിൽ ദുഃഖി ഹോക്കർ, വിഷമം കൊണ്ട് പറയുകയാണ്, ബേല തും അബ് ഭി ദുഃഖി ഹോ ക്യാ, ബേല നീ ഇപ്പോഴും ദുഃഖിച്ചിരിക്കുകയാണോ? അപ്പോൾ ബേല നീച്ചേക്ക് ഔർ ദേഖർ, താഴെ നോക്കിയിട്ട് പറഞ്ഞു, ഹാ സാഹിൽ മേ ബഹുത്ത് ഡർ ഗയി, മേരെ പാവ് കാമ്പ് രഹേദേ, ഞാൻ ഒരുപാട് പേടിച്ചു, എൻ്റെ കാലിപ്പോഴും വിറയ്ക്കുകയാണ്.
അപ്പോൾ സാഹിൽ വഹു तो मैं जानता हूँ ബേല, അതെനിക്കറിയാം. ബേല लेकिन इसमें मेरी गलती कुछ भी नहीं, മാസ്റ്റർ को ऐसा लगे तो क्या करे. ബേല പറയാണ്, എന്നാൽ ഇതിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും വന്നിട്ടില്ല, മാഷിന് അങ്ങനെ തോന്നിയതിന് ഞാൻ എന്ത് ചെയ്യാനാ. സാഹിൽ ചോടോ ബേല, വിട്ടേക്കൂ. ഹം ഹാത്ത് ധോക്കർ ഗാനാഗായി, നമുക്ക് കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാം. ബേല ചലോ ദോനോം ചാത്തേ, എന്നിട്ട് ഇവിടെ ബ്രാക്കറ്റ് ലാസ്റ്റ് രണ്ടുപേരും പോകുന്നു എന്ന് എഴുതുക. ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ എന്ത് എഴുതണം, ദൃശ്യ സമാപ്ത്, ആ ദൃശ്യം കംപ്ലീറ്റ് ആയി എന്നും കൂടി എഴുതണം. ഇത്ര എഴുതി കഴിഞ്ഞാൽ പട്കഥ കംപ്ലീറ്റ് ആയി, നമുക്ക് നല്ല രീതിയിൽ തന്നെ മാർക്കും കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റും ഒരു പട്കഥ തന്നെയാണ്. അപ്പോൾ ഈ ഒരു മോഡൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അതേ മോഡലിൽ ഈ പട്കഥയും നമുക്ക് തയ്യാറാക്കണം. നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ, बेला और साहिल अब अलग अलग स्कूलों में पढ़ते हैं. साहिल का हाल पूछने के लिए बेला पत्र लिखती है, वह पत्र कल्पना करके लिखे. നെക്സ്റ്റ് പറയുന്നത് ലെറ്ററാണ്, കത്തെഴുതണതാണ്. എന്താണ്, ബേലയും സാഹിലും രണ്ട് സ്കൂളിൽ മാറി പഠിക്കാൻ തുടങ്ങി. സാഹിൽ കാ ഹാൽ പൂछने के लिए, സാഹിലിൻ്റെ അവസ്ഥ ചോദിച്ചുകൊണ്ട്, വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് ബേല സാഹിലിനാണ് ഇവിടെ ലെറ്റർ എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഹെഡിങ് കൊടുക്കണം, ബേല കാ പത്ര, ബേലയുടെ കത്ത്. എന്നിട്ട് കത്ത് എഴുതുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്, കത്തിനൊരു ഫോർമാറ്റ് ഉണ്ട് അല്ലേ. അതായത് സ്ഥാൻ വേണം, താരിഖ് വേണം, പ്ലേസ്, ഡേറ്റ് വേണം, പിന്നെ പ്രിയ സാഹിൽ, പ്രിയപ്പെട്ട സാഹിൽ. എന്നിട്ട് ആദ്യം എന്താണ്, നമ്മൾ കുശലാന്വേഷണം, സുഖമാണോ എന്നൊക്കെ ഒരു പാരഗ്രാഫ് കൊടുക്കുക. ഫസ്റ്റ് പാരഗ്രാഫ് ഒരു ഇൻട്രോ പോലെ കൊടുക്കണം. തും കൈസേ ഹോ, സ കുശാൽ ഹേന, മേം യഹാ കുശാൽ സേ ഹും, തുമാരാ ഹാൽ ജാനനെ കെ ലിയെ മേം പത്ര ലിഖ് രഹി ഹും. എന്താണ്, നിനക്ക് ഹൗ ആർ യു, നിനക്ക് സുഖമല്ലേ, ഞാനിവിടെ സുഖമായിരിക്കുന്നു, നിൻ്റെ വിശേഷങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കത്ത് എഴുതിയിട്ടുള്ളത്. ഇനി അടുത്ത പാരഗ്രാഫിൽ കൈസേ ഹോ മിത്ര, എന്തൊക്കെയുണ്ട് വിശേഷം, തുമാരെ നയേ ദോസ്ത് കൈസേ ഹേ, നിൻ്റെ പുതിയ കൂട്ടുകാരൊക്കെ എങ്ങനെയുണ്ട്, തുമാരി ബഹുത്ത് യാദ് ആത്തി ഹേ, നിന്നെ ഒരുപാട് എനിക്ക് ഓർമ്മ വരുന്നു, തുമ്പി മുജെ യാദ് കർത്തേ ഹോഗേന, നീയും എന്നെക്കുറിച്ച് ഓർക്കുന്നുണ്ടാവൂല്ലേ, മുജെ അബി തക്ക് കോയി നയാ ദോസ്ത് നെഹി മിലാ ഹേ, എനിക്ക് ഇതുവരെ പുതിയൊരു കൂട്ടുകാരെ ഒന്നും കിട്ടിയില്ല, തുമാര ഹോസ്റ്റൽ കൈസാ ഹേ, നിൻ്റെ ഹോസ്റ്റൽ എങ്ങനെയുണ്ട്, പഠായി കൈസേ ചൽ രഹി ഹേ, നിൻ്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു, എനിക്ക് ആ ജവാബ് സെറൂർ ലിഖന, ഇതിനൊക്കെ എനിക്ക് മറുപടി എഴുതണം. ഹമേശ ഖുഷ് രഹ്ന ദോസ്, എപ്പോഴും സന്തോഷമായിട്ടിരിക്കും. ഇത്രയും കഴിഞ്ഞിട്ട് തുമാരി സഹേലി, നിൻ്റെ കൂട്ടുകാരി, ഇവിടെ ഹ എന്ന് കൊടുത്തിട്ടുള്ളത് ഹസ്താക്ഷരാണ്, അതായത് സിഗ്നേച്ചർ. എന്നിട്ട് ബേല, എന്നിട്ട് ഇവിടെ അടിയിൽ സേവാമേം എന്ന് പറഞ്ഞാൽ ടു അഡ്രസ്സ്, നാമ് പദ. ഇത്രയും കഴിഞ്ഞാൽ ലെറ്ററും കംപ്ലീറ്റ് ആയി. അടുത്തത് സർവനാമാണ്, ഗ്രാമറാണിത്. നിമ്നലിഖിത് വാക്യോ മേംസെ സർവനാം ശബ്ദ ടൂണ്ട് കർ ലിഖെ, തന്നിട്ടുള്ള വാക്യത്തിൽ സർവനാം ശബ്ദങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം. ബീർ ബഹൂട്ടി കാ രംഗ് തുമാരെ റിബൻ കെ ജയ്സ ലാൽ ഹെ, അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മളതിൽ ഏതൊക്കെയാണ് സർവനാം എന്ന് എടുത്തെഴുതണം. അപ്പോൾ ഇതിൽ എന്താണ്, ബീർ ബഹൂട്ടി കാ രംഗ് തുമാരെ, അപ്പോൾ തുമാരെ എന്ന ആ ഒരു അതിൽ ഏതാണ് സർവനാം, തുമാരെ, തും പ്ലസ് കെ തുമാരെ, ഇങ്ങനെയാണ് എഴുതേണ്ടത്. തും പ്ലസ് കെ തുമാരെ, ഇവിടെ സർവനാം എന്ന് പറയുന്നത് തും ആണ്. അടുത്തത് തുമ്നെ കുച്ച് സുനാ ബേല, ഇവിടെ തുമ്നെ എന്നതിൽ ഏതാണ് സർവനാം, തുമ്നെ, തും പ്ലസ് നെ തുമ്നെ, ഇവിടെ സർവനാം തും ആണ്. അടുത്തത് ലേക്കിൻ മുജെ പൈൻമേ സ്യാഹി ബർവാനി ഹേ, എന്നാൽ എനിക്ക് പേനയിൽ മഷി നിറയ്ക്കണം. മുജെ എന്ന വാക്കിൽ ഏതാണ് സർവനാം, മുജെ, മേം പ്ലസ് കോ, ഇവിടെ സർവനാം മേം എന്നാണ്. നെക്സ്റ്റ് ലേക്കിൻ ഇസ്നെ തോ പെയിൻമേ ജോ സ്യാഹി ദി ഉസേ ബി ജമീൻ പർ ചിടക്ക് ദി, അപ്പോൾ ഇതിൽ ഇസ്നെ എന്നതിലെ സർവനാം യഹ് പ്ലസ് നെ ഇസ്നെ, ഇവിടെ സർവനാം യഹ് ആണ്. അടുത്തത് ഉനോനെ ബേല കോ ചോട് ദിയ, അയാൾ ബേലനെ വിട്ടു. ഇവിടെ ഉനോംനെ എന്നതിലെ വേ പ്ലസ് നെ ആണ് ഉനോംനെ, ഇവിടെ സർവനാം വേ ആണ്.
नेक्स्ट उसने देखा कि बेला के पाव अभी भी कांप रहे थे. उसने वह प्लस ने उसने सर्वनाम वह. नेक्स्ट जब वह उसके पास आकर बैठी उसे नजर नहीं मिला पाई. उसके വഹ് പ്ലസ് കെ ഉസ്കെ സർവനാം എന്ന് ഇവിടെ ഉസ്സേ ഏതാണ് വഹ് പ്ലസ് ഉസ്സേ അപ്പോൾ രണ്ടിലെയും സർവനാം വഹ് തന്നെയാണ്. നെക്സ്റ്റ് തേരെ സിർ പർ ലഗ് ജായേഗി. തേരെ തൂ പ്ലസ് കെ തേരെ തൂ ആണ് ഇവിടുത്തെ സർവനാം. തുമാര റിപ്പോർട്ട് കാർഡ് ദേക്ക് ദിഖാന. തുമാര തും പ്ലസ് का तुम्हारा. इसकी पिंडली में बीरबहुटी के रंग का 1 इंच लंबा चोट. इसकी यह प्लस